നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാണ്യ നയം നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, രണ്ട് പ്രധാനപ്പെട്ട നയങ്ങളാണ് നാണ്യനയവും ധനനയവും. മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത്, ധനനയം നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. നാണ്യനയം നടപ്പിലാക്കുന്നത് RBI ആണ് ഇന്ത്യയിൽ. ഇതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ്. ഒന്ന്, രാജ്യത്തെ വില നിലവാരങ്ങൾ സ്ഥിരമായി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. അതായത് കൺട്രോളിങ് ഇൻഫ്ലേഷൻ ബൈ റെഗുലേറ്റിംഗ് ദ മണി സപ്ലൈ ഇൻ ദ കൺട്രി. രാജ്യത്ത് ലഭ്യമായ പണത്തിന്റെ വിതരണത്തിന്റെ അളവിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കേണ്ടത്. ഇതാണ് നാണ്യനയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരുപാട് നാണയം പ്രചാരത്തിലായാൽ പണപ്പെരുപ്പം ആകാൻ സാധ്യതയുണ്ട്. അത് പാടില്ല. ഒരുപാട് നാണയത്തിന്റെ ഷോർട്ടേജ് വന്നാൽ പണച്ചുരുക്കത്തിന് കാരണമാകാനിടയുണ്ട്. അതും പാടില്ല. അതുകൊണ്ട് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ ഈസ്, ഇന്ത്യയിലെ നാണ്യനയത്തിന്റെ പ്രമുഖ ഉദ്ദേശം എന്താണ്? ഈസ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി, വിലസ്ഥിരത നിലനിർത്തുക എന്നതാണ്. അതിന്റെ അർത്ഥം വിച്ച് മീൻസ് കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുക എന്നത് തന്നെ. ദിസ് ഈസ് ബിക്കോസ്, ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാം, പ്രൈസ് സ്റ്റെബിലിറ്റി ഈസ് എ നെസസറി പ്രീ കണ്ടീഷൻ ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ നാടിന്റെ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പ്രൈസ് സ്റ്റെബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്, ഒരു പ്രീ കണ്ടീഷനാണ്, ഒരു മുൻ ഉപാധിയാണ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസ് സ്റ്റെബിലിറ്റി മേ ബി ഇൻ കോൺട്രാസ്റ്റ് വിത്ത് അതർ ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ്. നോക്കൂ, ഈ പ്രൈസ് സ്റ്റെബിലിറ്റിയുടെ ലക്ഷ്യം ചിലപ്പോൾ മറ്റ് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത്, ഫുൾ എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും തൊഴിൽ. ഇത്തരം ലക്ഷ്യങ്ങൾക്ക് ചിലപ്പോൾ വിരുദ്ധമായി പോയേക്കാം ചില സന്ദർഭങ്ങളിൽ. എനി ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് രാജ്യത്താകമാനമുള്ള ഉൽപാദക വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തെയാണല്ലോ, ചോദനത്തെയാണല്ലോ ഡിമാൻഡ് എന്ന് പറയുന്നത്. മൊത്തം ഡിമാൻഡിന്റെ ഏതൊരു വർധനവും, അതായത് മോണിറ്ററി പോളിസിയുടെ എക്സ്പാൻഷനറി പോളിസി എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഇൻഫ്ലേഷണറി ആയിരിക്കും. സാധാരണഗതിയിൽ ടിപ്പിക്കലി അത് ഇൻഫ്ലേഷണറി ആയിരിക്കും. ഇഫ് ദർ ഈസ് എ ഷോർട്ട് ഫോൾ ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതേസമയം അഗ്രിഗേറ്റ് ഡിമാൻഡിൽ പൊതുജനങ്ങളുടെ സാധന സാമഗ്രികൾക്ക് വേണ്ടിയിട്ടും സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യകതയുടെ അളവിൽ മൊത്തത്തിൽ ഒരു ഇടിവുണ്ടായാലോ, ഷോർട്ട് ഫോൾ ഉണ്ടായാലോ, അപ്പോൾ തീർച്ചയായിട്ടും ദർ കുഡ് ബി എ ടെൻഡൻസി ടുവേർഡ്സ് ഡിഫ്ലേഷൻ, പണച്ചുരുക്കത്തിലേക്കുള്ള പ്രവണതയും ഉണ്ടാവാനിടയുണ്ട് സമ്പദ് വ്യവസ്ഥയിലെ, എക്കണോമിയിൽ. എന്തുവാകട്ടെ, മോണിറ്ററി പോളിസി ഷുഡ് എയിം ടു അവോയ്ഡ് ബോത്ത് ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി സിറ്റുവേഷൻസ്. ഒരു ഗവൺമെന്റിന്റെ നയമല്ല, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, അത് റിസർവ് ബാങ്കിന്റെ നയമാണ്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കിന്റെ നാണ്യനയം എന്തായിരിക്കണം ലക്ഷ്യമിടേണ്ടത്, എയിം ചെയ്യേണ്ടത്? പണപ്പെരുപ്പാവസ്ഥയും പണച്ചുരുക്കാവസ്ഥയും രണ്ട് സാഹചര്യങ്ങളെയും ഒഴിവാക്കുക എന്ന നല്ല ലക്ഷ്യമായിരിക്കണം നാണ്യനയം വിഭാവന ചെയ്യുന്ന റിസർവ് ബാങ്കിന് അല്ലെങ്കിൽ ആ രാജ്യത്തെ സെൻട്രൽ ബാങ്കിന് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന പോയിന്റാണ്. എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് ലൂടെ, അതായത് മോണിറ്ററി പോളിസിയുടെ രണ്ടാമത്തെ ഉദ്ദേശം രാജ്യത്തിന് സാമ്പത്തിക വളർച്ച സാധ്യമാക്കുക, സുസ്ഥിര വികസനം സാധ്യമാക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാക്കുക. ഇത് മോണിറ്ററി പോളിസിയുടെ രണ്ടാമത്തെ ഉദ്ദേശമാണ്. നാണ്യനയം നടപ്പിലാക്കുന്നതിന്റെ, നാണയം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നയത്തെയാണ് നാണ്യനയം അഥവാ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മേക്കിംഗ് ക്രെഡിറ്റ് ആൻഡ് മണി അവൈലബിൾ ടു സെക്ടേഴ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയ്ക്ക് സുപ്രധാനമായ മേഖലകൾക്ക് വേണ്ടുന്ന വായ്പയും പണവും ഒക്കെ ലഭ്യമാക്കുക. രാജ്യത്താകമാനമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പണം, വായ്പ വേണ്ടി വരുന്ന ആവശ്യങ്ങളുണ്ട്. അവർക്ക് ആ സമയത്ത് അത് ലഭ്യമാകുന്ന അവസ്ഥ ഉണ്ടാവണം. അത് എങ്കിൽ മാത്രമാണ് എല്ലാ സെക്ടറുകൾക്കും, അത് കാർഷിക മേഖലയാണെങ്കിലും ശരി, അഗ്രികൾച്ചറൽ സെക്ടർ ആണെങ്കിലും ശരി, ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിലും ശരി, ഏത് സെക്ടറിനാണെങ്കിലും ശരി, അവർക്ക് വേണ്ടുന്ന ക്രെഡിറ്റും പണലഭ്യതയും ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് രാജ്യത്തിന്റെ വളർച്ച സാധ്യമാകുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. അതായത് പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെന്റ് ബൈ പ്രൊവൈഡിങ് ലോൺസ് ടു സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണേഴ്സ്. അതായത് ചെറുകിട സംരംഭകർക്ക്, സ്മോൾ ഓണ്ടർപ്രണേഴ്സിനും അതുപോലെ തന്നെ മീഡിയം ഓണ്ടർപ്രണേഴ്സിനും ഒക്കെ, ഇടത്തരം സംരംഭകർക്കും ഒക്കെ എന്താണ്, ഉൽപാദനപരമായ മേഖലകളിൽ എല്ലാത്തിനും ലോണുകൾ നൽകുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം ഫുള്ളായിട്ട് വിനിയോഗിക്കുക, എംപ്ലോയ് ചെയ്യുക, ഏർപ്പെടുത്തുക. അതാണ് ഫുള്ളർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം തന്നെ അൺഎംപ്ലോയിഡ് യൂത്ത്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കിടയിലുമായിട്ട് അത് വിതരണം ചെയ്യുക എന്നുള്ളത്. അതാണ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് മണി അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊമോട്ടിംഗ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റ്സിനെയും പ്രൊമോട്ട് ചെയ്യുക. എപ്രകാരമാണ്? ബൈ
റെഗുലേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, രാജ്യത്തെ പലിശ നിരക്കുകളെ നിയന്ത്രിച്ചുകൊണ്ടാണ്. ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെയും. ഇപ്പോൾ അധികമായി പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ ആളുകൾ ബാങ്കിൽ കൊണ്ടുപോയി പണം സേവ് ചെയ്യാൻ നോക്കും. കാരണം ബാങ്കുകളുടെ പലിശ നിരക്ക് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന പലിശ കിട്ടുമെന്ന മോഹത്താൽ ആളുകൾ കയ്യിലുള്ള പൈസ കയ്യിൽ സൂക്ഷിക്കാതെ നേരെ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയിടും. സ്വാഭാവികമായിട്ടും ആളുകളുടെ സമ്പാദ്യം ശീലം അതിലൂടെ മെച്ചപ്പെടും. മറുവശത്ത് എന്തോന്നാണ്, ആ ഫീൽഡിൽ അധികം കടന്ന് കളിക്കുന്ന ആ പണത്തെ തൂത്തുവാരി ബാങ്കുകളിലേക്ക് സമാഹരിക്കാനായിട്ട് കഴിയുന്നത്, അതുമൂലം പണപ്പെരുപ്പം എന്ന അവസ്ഥ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ്. അപ്പോൾ അതും ഒരു ലക്ഷ്യമാണ് ചില സന്ദർഭങ്ങളിൽ. ഇനി ബിസിനസ് സൈക്കിളിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട്. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് നമുക്കറിയാം. ആ ബിസിനസ് രംഗത്ത് പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് പീക്ക് ആയിട്ടുള്ള കണ്ടീഷൻ, അതിനെ ബൂം എന്നാണ് നമ്മൾ പറയുന്നത്. ചില സമയത്ത് ഏറ്റവും ഇടിഞ്ഞു താഴുന്ന അവസ്ഥ, ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് താഴും. ബിസിനസ് ഇടിഞ്ഞു കൂപ്പുകുത്തും. ആ സമയത്ത് കച്ചവടങ്ങളൊന്നും അധികം നടക്കില്ല. ആ സമയത്ത് തൊഴിലില്ലായ്മ പെരുകും. പിന്നെ വീണ്ടും ബിസിനസ് പതിയെ മെച്ചപ്പെടുന്നതിൻ്റെ റിക്കവറിയുടെ ഒരു സ്റ്റേജ് കാണിക്കും. ഈ ചുവന്ന വര കാണുന്നത് നോർമലാണ്. ഈ നോർമലിനെ മുകളിൽ ക്രോസ് ചെയ്ത് പിന്നെയും കയറിയാൽ അത് എക്സ്പാൻഷനായി വീണ്ടും എന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് അഥവാ പീക്കിലേക്ക് കയറും. വീണ്ടും കുറേ നാൾ കഴിയുമ്പോൾ അത് ഇതുപോലെ തന്നെ ഇടിവ്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, റിസഷനിലേക്ക് കുപ്പുകുത്തും. അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയാണ് ട്രഫ് അഥവാ ഈ എന്താണ് ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് സൈക്കിളുകൾ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതല്ല. അതിനെയും കുറേയൊക്കെ കൺട്രോൾ ചെയ്യണം. ഒരുപാട് ബൂമും ഒരുപാട് ഇടിവും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ ബിസിനസ്സുകാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. സോ കൺട്രോളിങ് ബൂംസ് ആൻഡ് ഡിപ്രഷൻസ് ബൈ കോൺട്രാക്റ്റിംഗ് ക്രെഡിറ്റ്, വായ്പയെ ചുരുക്കിക്കൊണ്ടും ആൻഡ് വായ്പയെ കൂട്ടിക്കൊണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്കിന് സാധിക്കും. ഡ്യൂറിങ് ബൂമിന്റെ സമയത്ത് വായ്പയെ ചുരുക്കും, കോൺട്രാക്ട് ചെയ്യും. ആൻഡ് എക്സ്പാൻഡിങ് ക്രെഡിറ്റ് ഡ്യൂറിങ് ഡിപ്രഷന്റെ സമയത്ത് വായ്പ വർദ്ധിപ്പിക്കും, എക്സ്പാൻഡ് ചെയ്യും. ഡ്യൂറിങ് എ ബൂം മോണിറ്ററി പോളിസി കോൺട്രാക്ട്സ് ക്രെഡിറ്റ്, എന്തിനാ ബൂമിന്റെ സമയത്ത് മോണിറ്ററി പോളിസി എന്ത് ചെയ്യുന്നത്, വായ്പയെ കോൺട്രാക്ട് ചെയ്യും, ചുരുക്കുന്നു. ടു റെഡ്യൂസ് ദ മണി സപ്ലൈ, അപ്പോൾ രാജ്യത്തുള്ള മണി സപ്ലൈയുടെ അളവ് കുറയും. ആൻഡ് ചെക്ക് ഇൻഫ്ലേഷൻ, അങ്ങനെ പണപ്പെരുപ്പത്തെ തടയും. ഡ്യൂറിങ് ഡിപ്രഷൻ, എന്നാൽ ഡിപ്രഷന്റെ സമയത്തോ നേരെ തിരിച്ചാണ് അല്ലേ. അപ്പോൾ മോണിറ്ററി പോളിസി എക്സ്പാൻസ് ക്രെഡിറ്റ്, വായ്പ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ മണി സപ്ലൈ ഉണ്ടാക്കാൻ നോക്കും. ആൻഡ് പ്രൊമോട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിളിന്റെ സ്റ്റേജസ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ട്രേഡ് സൈക്കിൾ എന്നും പറയും. ബിസിനസ് സൈക്കിളിനെ പറയുന്ന മറ്റൊരു പേര് ട്രേഡ് സൈക്കിൾ. എന്തുവാട്ടെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. രാജ്യങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഡോളറുകളിലാണ് നടക്കുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് US ഡോളറുകളിലൊക്കെയാണ് ഇപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതിലൊക്കെ ഇന്ത്യൻ രൂപയും വിദേശ ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് എപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് ഒരു വലിയ പ്രശ്നമാണ്. സോ റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടും, ഇൻക്ലൂഡിങ് മണി, പണം അടക്കം, ഡെറ്റ്, കടവായ്പ അടക്കം, ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, വിദേശ വിനിമയം, അതുപോലെ തന്നെ പേയ്മെന്റ്, സെറ്റിൽമെന്റ് സിസ്റ്റം എന്നിവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജസ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ മോണിറ്ററി പോളിസിനെ മാനേജ് ചെയ്യുന്നത്. ദി RBI യൂസസ് എ വെറൈറ്റി ഓഫ് ടൂൾസ്. RBI ഉപയോഗിക്കുന്നതാണ് വെറൈറ്റി ഓഫ് ടൂൾസിന്, ഇൻക്ലൂഡിംഗ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ OMO ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് ബോണ്ടുകളും മറ്റുമൊക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റികളൊക്കെ വിറ്റിട്ട് പൊതുജനങ്ങളുടെ കയ്യിൽ അധികമുള്ള പണം അവർ സമാഹരിക്കും. ഓപ്പൺ മാർക്കറ്റ് ഇറങ്ങി കളിക്കും RBI ആ സന്ദർഭങ്ങളിൽ അല്ലേ. എന്തിനാണ് ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടി. അപ്പോൾ പണപ്പെരുപ്പം ഫീൽഡിൽ അധികമുള്ള പണത്തെ അതിലൂടെ ആ ബോണ്ടുകൾ വാങ്ങിക്കാൻ ആൾക്കാർ ആ പണം മുടക്കുമ്പോൾ അത് മുഴുവനും RBIയുടെ കയ്യിലേക്ക് എത്തി, പകരം ബോണ്ട് കൊടുക്കും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പണച്ചുരുക്കമുള്ള സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, RBI തിരിച്ചു വാങ്ങിക്കുക. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്ന കേട്ടിലേക്ക് പണം വീണ്ടും വിതരണം ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെയൊക്കെ പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഫീൽഡിലുള്ള പണപ്പെരുപ്പത്തെയോ പണച്ചുരുക്കത്തെയോ ഒക്കെ നിയന്ത്രിക്കാൻ RBIക്ക് കഴിയുന്നു.